38 ഗ്രാമപഞ്ചായത്തുകൾ, 6 ബ്ലോക്ക് പഞ്ചായത്ത്, 3 നഗരസഭ, 1 ജില്ലാ പഞ്ചായത്ത്. ലളിതമാണ് കാസർഗോഡിന്റെ കണക്കുകൾ. പറഞ്ഞു വരുന്നത് ആസന്നമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മധൂർ പഞ്ചായത്തിനെ കുറിച്ച് തന്നെയാണ്. വീക്കെൻഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് താലൂക്കിൽ കാസർഗോഡ് ബ്ലോക്കിൽ മധൂർ, പട്ള, ശിരിബാഗിലു, കൂടൽ എന്നീ ഭാഗികമായ 4 വില്ലേജുകൾ അടങ്ങിയതാണ് മധൂർ പഞ്ചായത്ത് എന്നത്. കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തും കൂടിയാണ്. കഴിഞ്ഞ 45 വർഷമായി BJP ഭരണം നടത്തുന്ന പഞ്ചായത്തും എന്നും കൂടി നാം കാണേണ്ടതുണ്ട്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 20 സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 13 BJPയും 3 UDFും 2 LDFും 2 സ്വതന്ത്രരുമാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഭൂപടം മാറിയിരിക്കുകയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ 20 നിന്ന് 24 ഉയർന്നിരിക്കുകയാണ്. UDFും LDFും ഈ വിപുലീകരണത്തെ ആശ്രയിക്കുന്നു. പുതുതായി വന്ന 4 സീറ്റിൽ ഭൂരിഭാഗവും UDFിന് വിജയം കൈവരിക്കാൻ സാധിക്കും തന്നെയാണ് അവർ കരുതപ്പെടുന്നത്. അതോടൊപ്പം BJPക്കുള്ളിലെ ആഭ്യന്തര കലഹവും BJPയിലെ നിരവധി ആരോപണങ്ങളും ഉണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഭരണകക്ഷിയെ ഒടുവിൽ പുറത്താക്കാനും കഴിഞ്ഞ 45 വർഷത്തെ ഭരണ പരമ്പര ഇല്ലാതാക്കാനും സാധിക്കും എന്ന് തന്നെയാണ് ഇരു മുന്നണികളും കരുതപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് 2 പ്രത്യേകതകളാണ് ഉള്ളത്. അതിൽ ഒന്ന്, മധൂർ പഞ്ചായത്ത് എന്ന തരത്തിലുള്ള അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം മധൂർ പഞ്ചായത്ത് 2ആയി വിപുലീകരിക്കാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പഞ്ചായത്തിൽ ജനസംഖ്യ 10,000 കവിയുകയാണെങ്കിൽ അവിടെ 13 അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. ജനസംഖ്യ 10,000 കൂടുകയാണെങ്കിൽ 10,000 ജനങ്ങൾക്ക് 13 അംഗങ്ങളും അധികം വരുന്ന 2,500 ജനങ്ങൾക്ക് ഒരു അധികം അംഗവും ഉണ്ടായിരിക്കണം എന്നതാണ്. എന്നാൽ പരമാവധി ഒരു പഞ്ചായത്തിൽ എത്ര വാർഡുകളാണ് വേണ്ടത് എന്ന് നോക്കിയാൽ 23 കൂടാൻ പാടില്ല എന്നും നാം അറിയേണ്ടതുണ്ട്. ഓരോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പും വാർഡുകളുടെ അതിരുകൾ നിർണ്ണയിക്കുന്നത് ജനസംഖ്യ അനുപാതികമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന 2030 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മധൂർ പഞ്ചായത്ത് 2ആയി വിപുലീകരിക്കാനാണ് സാധ്യത കാണുന്നത്. അവസാനമായി ഈ തെരഞ്ഞെടുപ്പിൽ മധൂർ പഞ്ചായത്തിൽ UDFും LDFും SDPയും ഒക്കെ മത്സര രംഗത്തുണ്ട്. അവരുടെയൊക്കെ മുദ്രാവാക്യം ഒന്നു തന്നെയാണ്, BJPക്കെതിരെ BJPയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ്. അവരോട് ഒരു കാര്യം ഉണർത്താനുള്ളത്, ഒരേ വാർഡിൽ നിങ്ങളെല്ലാവരും മത്സരിച്ചുകൊണ്ട് അവിടെ മുൻകാലങ്ങളെപ്പോലെ വോട്ട് ചോരികൾ വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീക്കെൻഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലൂടെ എൻ്റെ വിലയിരുത്തലുകളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇതിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. പുതിയ ഒരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തയാഴ്ച പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.